നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, കാറ്ററിംഗ് നടത്തുന്ന അഞ്ജലി അല്ലേ? അതെ. അമ്മ ഇവന്റ്സ് എന്നാണ്. ഒരു നിമിഷം ദാ കൊടുക്കാം. അമ്മ ഇവന്റ്സ് എന്നാ? ഈശ്വര. ഹലോ, അഞ്ജലി അല്ലേ? അതെ, പറഞ്ഞോളൂ. ഞാനേ പ്രസാദ. താൻ കൊണ്ടുവന്ന സാമ്പിൾ പലഹാരങ്ങൾ ഞാൻ കഴിച്ചു നോക്കി. ഞാൻ മാത്രമല്ല, ഇവിടെ ഉള്ളവരും. ആഹാ, എന്നിട്ടെന്താ, എനിക്കിഷ്ടമായി. എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സത്യം പറഞ്ഞാ ഇപ്പോഴാ ഒരു സമാധാനമായത്. ഗുഡ്. ഇത്രയും ടേസ്റ്റുള്ള പലഹാരങ്ങൾ ഇന്നിവിടെ ടൗണിലൊന്നും കിട്ടാനില്ല. പണ്ടെന്റെ ബാല്യത്തിൽ ഇതേ ടേസ്റ്റുള്ള പലഹാരം കഴിച്ചിട്ടുണ്ട് ഞാൻ. എന്റെ ദേശത്തിന്റെ അതേ രുചി. ആണോ? ഇദ്ദേഹത്തിന്റെ ദേശം ഏതാണ്? പേര് പറയാൻ പറ്റുമോ? ഓ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? പലഹാരത്തിന്റെ രുചിയെക്കുറിച്ച് പറഞ്ഞപ്പോ ഓർത്തുന്നേ ഉള്ളൂ. ഏത് ദേശത്തിനും അതിന്റേതായ ഒരു രുചി ഉണ്ടാവും. എന്റെ ദേശത്തിനുണ്ടൊരു രുചി. ആ രുചിക്ക് ഈ രുചിക്കും തമ്മിൽ ഒരു സാമ്യമുണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സന്തോഷം. അപ്പോ ഇനി എന്താ വേണ്ടത്? ഒന്നുമില്ല. അഞ്ജലിയുടെ കാറ്ററിംഗ് യൂണിറ്റിന് ഈ സീസണിലെ കാറ്ററിംഗ് കരാർ തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആണോ? താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. പിന്നെ ചില ഫോർമാലിറ്റികളുണ്ട്. ഒരു ദിവസം ഓഫീസിൽ വന്നാൽ അതൊക്കെ നമുക്ക് സംസാരിച്ച് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാം. എന്തു പറയുന്നു? വരാം സർ, പറഞ്ഞാ മതി. ശരി, ഓൾ ദി ബെസ്റ്റ്. ഞാൻ വിളിക്കാം. ഓക്കെ അല്ലേ? സീതമ്മേ, കിട്ടിപ്പോയി. സക്സസ്. ഈശ്വരാ. രുക്മിണി, നീ എന്താ വരുന്നില്ല വീട്ടിലേക്ക്? കുറെ നേരം ആയില്ലേ ഇറങ്ങാൻ പറഞ്ഞിട്ട്? എടാ, എപ്പോഴും വീട്ടിലൊരു സ്ത്രീ ഉണ്ടാവുന്നതാണ് ഐശ്വര്യം. വീട്ടില് ലക്ഷ്മിവാസം ഉണ്ടാവുന്നത് അതിലൂടെയാ. ആഹാ, എന്നാ പിന്നെ അമ്മയ്ക്ക് ഇവിടെ തന്നെ നിന്നാ പോരെ? ആരെങ്കിലും പറഞ്ഞോ നിക്കണ്ടെന്ന്? അമ്മയല്ല, അമ്മയ്ക്ക് അച്ഛനൊപ്പം അവിടെ നിന്നേ പറ്റൂ. ഈ വീട്ടിൽ ഇന്ന് വേണ്ടത് നിങ്ങൾക്കൊരു ചേട്ടത്തിയമ്മയാ. രാമന് സീത പോലെ, നളന് ദമയന്തി പോലെ, വസിഷ്ഠന് അരുന്ധതി പോലെ നമ്മുടെ കൃഷ്ണനൊരു ഭാര്യ. നിങ്ങൾക്കൊരു ഏട്ടത്തി. മനസ്സിലായോ? ഏട്ടൻ അങ്ങനെ ഇളക്കമില്ലാതെ പാറ പോലെ ഇരുന്നല്ലേ എങ്ങനെയാ ഒരു ഏട്ടത്തേമ്മ ഉണ്ടാവുക? ആളിപ്പോഴൊരു മോശടനാ. ആ, അതാണ് നിങ്ങളുടെ മിടുക്ക്. രാധാ രാധാന്ന് ഉരുവിട്ട് കഴിയുന്ന ഏട്ടന്റെ മനസ്സ് നിങ്ങൾ ഇളക്കണം. എന്നിട്ട് വേണം അവിടെ മറ്റൊരാളെ കൊണ്ടുവരാൻ. എല്ലാ കാര്യത്തിലും കൃഷ്ണനോടൊപ്പമാണ് അച്ഛൻ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നീരസം. കൃഷ്ണനും അച്ഛനും ഏക മനസ്സായാലേ ഈ കുടുംബത്തിൽ സമാധാനം വരും. അങ്ങനെ അച്ഛനും മകനെ യോജിക്കണമെങ്കിൽ കൃഷ്ണൻ രാധയെ മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തയ്യാറാവണം. അതിനവനെ തയ്യാറെടുപ്പിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും ഈ കുടുംബത്തിലെ ഇനിയുള്ള കാലത്തെ ഐക്യം. ഏട്ടനെ കൊണ്ട് ഞങ്ങൾ തീരുമാനം എടുപ്പിക്കുമേ. അതെ, ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി മാത്രമായിരിക്കും ശ്രമിക്കുക. നന്നായി. എങ്കിൽ അച്ഛനും അമ്മയ്ക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. അല്ല, അവനെവിടെ പ്രസാദ്? കണ്ടില്ലല്ലോ. ഞങ്ങളിതാ എത്തി. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. ശരി. കൃഷ്ണ മോനെ, വീട്ടിൽ നിന്ന് വെറും കൈയോടെ ഇറങ്ങിപ്പോന്ന നീ സ്വന്തം അധ്വാനം കൊണ്ട് ഇത്രയൊക്കെ വളർന്നതിൽ ഈ അമ്മയ്ക്കുള്ള സന്തോഷം എത്ര വലുതാണെന്ന് അറിയാമോ? അറിയാമേ. ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ അമ്മയുടെ പ്രാർത്ഥനയും അച്ഛന്റെ അനുഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും മറക്കില്ല ഞാനത്. അതാണ് നിന്റെ നല്ല മനസ്സ്. ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോഴും എപ്പോഴും നിനക്കൊപ്പം ഉണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം. ഇത്രയൊക്കെ വളർന്നെങ്കിലും നിന്റെ അനുജന്മാർക്ക് ഇപ്പോഴും കുട്ടിക്കളിയാ. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നടത്താൻ. ഹലോ, 2 ദിവസം കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ തീരുന്നില്ല ഇതുവരെ? വന്ന് കേറ്, പോവാം. പോവാം പോവാം.
പിന്നെ മോനെ, നീ അച്ഛൻ പറഞ്ഞ ആ കല്യാണക്കാര്യം ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. അതിനൊരു തീരുമാനം വന്നാലേ ജീവിതത്തിനൊരു അർത്ഥമൊക്കെ ഉണ്ടാവൂ. ശരി ശരി, നമുക്ക് ആലോചിക്കാം. അമ്മ എപ്പോ ചെല്ല്. എന്റെ ഈ കോപവും പരുഷവാക്കുകളും വെറും നാട്യമാണെന്നും അവനോടുള്ളത് സ്നേഹവും വാത്സല്യവും മാത്രമാണെന്നും എന്റെ കൃഷ്ണ ഭഗവാനെ നീയെങ്കിലും അറിയണേ. മോനെ, നമുക്ക് പോവാം. ആരാ? നിന്റെ അച്ഛൻ, കോട്ടയ്ക്കൽ മേഘനാഥൻ. നീ എന്റെ മകൻ കാശിനാഥൻ, എന്റെ കാശി. ഞാൻ കാശിയോ അല്ല കേശു അല്ല, ഞാൻ അച്യുത്. ഏയ് നോ, നീ അച്ചുവല്ല, അച്യുതുമല്ല. നീ എന്റെ കാശിനാഥനാണ്. ഈ മേഘനാഥന്റെ മകൻ കാശിനാഥൻ. വാ വാ മോനെ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് അമ്മയുണ്ട്, ഞാൻ അമ്മയെ വിളിക്കാം. അമ്മേ. ഒരമ്മയുമില്ല. നീ കാശിയാണ്, കോട്ടയ്ക്കൽ വംശത്തിന്റെ അനന്തരാവകാശി, എന്റെ കാശിനാഥൻ. നീ എന്നോടൊപ്പം വന്നേ പറ്റൂ. വാ. അമ്മേ, അമ്മേ, അമ്മേ. അച്ചു, മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.